ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്ര അങ്ങനെ ഫൈനലി അവരുടെ പുതിയ XUV 7XO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് എന്ന് പറയുമ്പോൾ പ്രൈസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഡെലിവറി കിട്ടുന്നത്, ഏതൊക്കെ വേരിയൻസ് ആണ് ആദ്യം കിട്ടുന്നത്, ഒറ്റ കാര്യം അവർ വിട്ടിട്ടില്ല. അല്ലാതെ ജസ്റ്റ് വണ്ടി കാണിച്ചിട്ട് ബേസ് മോഡലിൻ്റെ പ്രൈസും പറഞ്ഞ് സാധാരണ പോകുന്ന പോലെ പോയിട്ടില്ല. XUV 7XO എന്ന് പറയുമ്പോൾ നമുക്കറിയാം XUV 700 തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കാണാറുള്ളതാണ്. ഡിസൈൻ പാർട്ട് പെട്ടെന്ന് നിങ്ങൾ കവർ ചെയ്തേക്കാം. ഇതിൻ്റെ അകത്ത് ഡിസൈനിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു സട്ടിൽ ഫേസ് ലിഫ്റ്റിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുന്നത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. DRLസിൻ്റെ പ്ലേസ്മെൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഡിസൈനിലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. പുതിയ ട്വിൻ പീക്സ് ലോഗോ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ടിലാകെ ഇത്ര മാറ്റങ്ങളേ ഉള്ളൂ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് എവിഡൻ്റ് ആണ്. കാരണം കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഇലക്ട്രിക്കലി റിട്രാക്റ്റബിൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസിൻ്റെ മിറേഴ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. മെയിനായിട്ട് ചേഞ്ച് വന്നിരിക്കുന്ന ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണ്. മഹീന്ദ്ര ഏറ്റവും എടുത്തു പറഞ്ഞതും അത് തന്നെയാണ്. പുതിയൊരു വാൽവ് ബേസ്ഡ് ആയിട്ടുള്ള ഡാവിൻചി സസ്പെൻഷൻ സിസ്റ്റം ആണ് അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ ബമ്പ് അബ്സോർപ്ഷൻ ആയിക്കോട്ടെ, പിന്നെ കോർണറിങ് സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് നന്നായിട്ട് വരുത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷന്, ഫ്രീക്വൻസി സെലക്ട് ഡാമ്പേഴ്സ് എല്ലാം 2021 തൊട്ടേ ഉള്ളതാണ്. വേറൊരു ചേഞ്ച് വന്നിരിക്കുന്ന അലോയ് വീൽസിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. ഇനി അതല്ല നിങ്ങൾ കുറച്ച് താഴത്തെ വേരിയൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും 18 ഇഞ്ച് അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അത് വലിയ കുഴപ്പമില്ല. ഏറ്റവും ബേസിക് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റീൽ വീൽസ് ആയിരിക്കും കിട്ടുന്നത്. സ്റ്റിൽ കാണാൻ ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടുള്ള വീൽസ് അല്ല. ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും വീൽസ് കുറച്ച് ബോറാണ്. ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ബെറ്റർ ആണ്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ആക്ച്വലി ഏകദേശം സെയിം ആണ്. ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ XUV 9S കണ്ടതുപോലെ അകത്തെ എലമെൻസിലാണ് മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്തുള്ള LED എലമെൻസ് എല്ലാം മാറ്റി കുറച്ച് പുതുക്കിയിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ ഫ്രണ്ടിലും ബാക്കിലും വ്യത്യാസം വന്ന പോലെ ഇവിടെ ഉണ്ട്. XUV 7XOയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒക്കെ അവർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് കളയായിരുന്നു. ബട്ട് എനിവേ മഹീന്ദ്രയുടെ ഇഷ്ടമാണ്. ഹിഡൻ വൈപ്പറും സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ടാറ്റയും സെൽട്ടോസിലൊക്കെ നമുക്ക് പുതിയതിനകത്തൊക്കെ വരുന്നുണ്ട്. സോ അതാണ് ആ കാര്യമുള്ളത്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി XUV 9Sലും XUV 9ലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഓവറോൾ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സെയിം അതിൻ്റെ അകത്തൊക്കെ വരുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട്. ബ്രൗൺ ഉണ്ട്, ബേജ് ഉണ്ട്, അതുപോലെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ തീമും പിടിച്ചിട്ടുണ്ട് ഇൻറ്റീരിയറിനകത്ത്. മഹീന്ദ്രയുടെ പുതിയ ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി നമുക്കറിയാം ട്രിപ്പിൾ സ്ക്രീൻ വരുന്നുണ്ട്. 12.3 ഇഞ്ചാണ് എല്ലാ സ്ക്രീനും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അലക്സയും അതുപോലെ തന്നെ ChatGPTയുടെ ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് കമൻസ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറ്റും. പിന്നെ ഡ്യുവൽ സോൺ ഓട്ടോ AC അവൈലബിൾ ആണ് രണ്ട് സൈഡിൽ. അതായത് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഡ്രൈവർ സീറ്റിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഈ വാഹനത്തിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ 6 സീറ്റർ 7 സീറ്റർ സ്പെസിഫിക് ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഏത് വണ്ടി എടുത്താലും അത് കിട്ടും. 7 സീറ്ററിലാണെങ്കിലും നമുക്ക് താഴെ മാത്രമല്ല ബാക്കിലും അതുപോലെ ബോട്ടം രണ്ട് സൈഡിലും വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വയർലെസ് ചാർജർ ഉണ്ട്. ബാക്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലെ ഹെഡ്രസ്റ്റിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ബോസ് മോഡ് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചർ സീറ്റ് ബാക്കി ഇരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും. തേർഡ് റോ കംഫർട്ട് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പണ്ട് എത്ര നല്ലതൊന്നുമില്ലായിരുന്നു, ഇപ്പോഴും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത്രയൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി അതല്ലാതെ പറയാനാണെങ്കിൽ ഇതിനകത്ത് കുറേ ഉണ്ട്. നമുക്ക് 16 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. അതിൽ തന്നെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷനും വരുന്നുണ്ട് ഇതിൻ്റെ സ്ക്രീനിലെ സപ്പോർട്ടിൽ. ഡോൾബി വിഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടി ഇതാണെന്നാണ് മഹീന്ദ്ര പറയുന്നത്. പിന്നെ 540 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്, 360 അല്ല. അതായത് താഴെയുള്ള സാധനം എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കാണാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ക്യാമറയുടെ ക്ലാരിറ്റി എല്ലാവരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ക്യാമറയുടെ കാര്യത്തിൽ മാത്രമല്ല, അതായത് ഈ വിഷൻ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമല്ല, അഡാസിൻ്റെ ക്യാമറയിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നേരത്തെ അറൗണ്ട് 1.7 മെഗാ പിക്സൽ ആയിരുന്ന ക്യാമറ ഇപ്പോൾ 8 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ആൻഡ് ക്യാമറയുടെ മൊത്തത്തിലുള്ള വ്യൂയിങ് ഡിസ്റ്റൻസും കൂട്ടിയിട്ടുണ്ട്. അതായത് അഡാസിൻ്റെ മൊത്തത്തിലുള്ള റീകാലിബ്രേഷൻ നടന്നിട്ടുണ്ട്. നേരത്തെ 80 മീറ്റേഴ്സ് വരെ ആയിരുന്നു അതിന് ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അത് 250 മീറ്റേഴ്സ് വരെ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റുന്നതും അതുപോലെ അതിൻ്റെ എല്ലാ റീഡിങ്സും നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. സോ അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണത്. പിന്നെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. അഡാസിൽ തന്നെ 17 ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ വരുന്നത്. 2021 ആദ്യമായിട്ട് ലെവൽ 2 അഡാസ് കിട്ടാനുള്ള വണ്ടി ഇതായിരുന്നു. ഇപ്പോൾ ലെവൽ 2+ ആക്കിയിട്ടുണ്ട്. സൺറൂഫിൻ്റെ കാര്യമൊക്കെ പിന്നെ ഞാൻ എടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത്യാവശ്യം നല്ല വലിയൊരു പാനറോമിക് സ്കൈ റൂഫാണ് മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ക്രീൻസ് ഒക്കെ ആണെങ്കിലും ഹൈ റെസൊല്യൂഷൻ സ്ക്രീൻസ് ആണ്. നമ്മൾ XUV 9Sലും XUV 9ലും ഒക്കെ കൊണ്ടതുപോലെ 12.3 ഇഞ്ചസിൻ്റെ 3 ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ അവരിപ്പം ഡോൾബി വിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. റെസൊല്യൂഷൻ വീണ്ടും കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ഇനി എഞ്ചിൻ സ്പെക്കും വേരിയൻസും കൂടെ പറഞ്ഞേക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വേരിയൻസ് വരുന്നത് MX സീരീസ് അവർ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു. ഇപ്പോൾ എല്ലാം നമ്മുടെ അഡ്രിനോക്സ് ഡ്രിവൺ ആണ്. അതുകൊണ്ട് MX സീരീസ് ഇനി മുതൽ ഇല്ല എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. AX എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ AX3 ഉണ്ട്, AX5 ഉണ്ട്, AX7 ഉണ്ട്, AX7T അതായത് AX7 ടെക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. പിന്നെ AX7L എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഇനീഷ്യലി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് മുന്നേ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനായിരിക്കും. ആൻഡ് AX7, AX7T, AX7L ഇതാണ് ജാനുവരി 14 മുതൽ അവർ കൊടുക്കാൻ പോകുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനാണ് ആദ്യം കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ ബുക്കിംഗ്സ് തുടങ്ങാൻ പോകുന്നതും ജാനുവരി 14 തന്നെയാണ്. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വരുന്നത് ജാനുവരി 8 മുതൽ തുടങ്ങുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ബാക്കി വേരിയൻസ് അതായത് AX, AX3, AX5 ഈ ബാക്കി വേരിയൻസ് നമുക്ക് ഏപ്രിൽ 2026 മുതലായിരിക്കും അവർ ഡെലിവറി കൊടുത്തു തുടങ്ങുന്നത്. ഇനി എഞ്ചിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പഴയ സെയിം സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 185 bhp അതുപോലെ 450 Nm ടോർക്കാണ് മാക്സിമം വരുന്നത്. അതുപോലെ 2 ലിറ്റർ ടർബോ പെട്രോൾ M സ്റ്റാലിയൻ എഞ്ചിൻ ഉണ്ട്. അതും 4 സിലിണ്ടർ, 2 എഞ്ചിൻസ് 4 സിലിണ്ടർ തന്നെയാണ്. ഇതിൽ നമുക്ക് 200 PS പവറും 380 Nm ടോർക്കാണ് കിട്ടുന്നത്. രണ്ടിലും 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. സോ അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. അത് വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഇത് തന്നെയാണ്. 0 to 100 ആക്സലറേഷൻ എടുത്താലും എന്ത് ആക്സലറേഷൻ എടുത്താലും ഇതിൻ്റെ കോമ്പറ്റീഷനിൽ വേറൊരു വണ്ടിയും വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് പ്രൈസും കൂടെ നോക്കാം. എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസ് ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ട്. മഹീന്ദ്രയാണ് ആദ്യം ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് ഒറ്റ വഴിക്ക് പോകുന്ന ട്രെൻഡ് തുടങ്ങിയത്. ഇപ്പോൾ ബാക്കി കമ്പനികൾ അങ്ങനെ ചെയ്തിട്ട് മഹീന്ദ്ര ഒറ്റയടിക്ക് പറയാൻ തുടങ്ങി. ഏതായാലും 13.66 lakhsലാണ് നമ്മുടെ ബേസ് 2 ലിറ്റർ പെട്രോളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ്. നല്ല പ്രൈസിംഗ് ആണ്. 14.96 lakhs ആണ് ബേസ് ഡീസൽ മാനുവലിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് AX7 ലക്ഷറിയിൽ മാക്സിമം 24.92 lakhs വരെ പ്രൈസ് പോകുന്നുണ്ട്. അത് ഓൾ വീൽ ഡ്രൈവിൻ്റെ ആണ്. അത് വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് മതിയെങ്കിൽ 24.11 lakhs ആണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡലിന് മാക്സിമം പ്രൈസ് പോകുന്നത്. അഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണെന്ന് പറയാം. നേരത്തെ ഉണ്ടായിരുന്ന 700 പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടൊന്നുമില്ല. ഏകദേശം പ്രൈസ് സിമിലർ ആക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റാത്ത പ്രൈസിംഗ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ AX7 ആണ് വരുന്നതിൻ്റെ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആയിട്ട് പറയുന്നത്. നമുക്ക് കൂടുതലും ആൾക്കാർ ഇപ്പോൾ 20 lakhsനടുത്താണ് നമ്മുടെ 4.3 മീറ്റർ SUVസിൻ്റെ ഒക്കെ മാക്സിമം പ്രൈസ് വരുന്നത്. അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടർബോ പെട്രോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ ഡീസൽ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ എല്ലാം ഏകദേശം 20 lakhsനടുത്ത് അല്ലെങ്കിൽ 21 lakhsലാണ് തീരുന്നത്. സോ ഇതിൻ്റെ AX7 വേരിയൻറ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ട്രിപ്പിൾ സ്ക്രീൻ ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഇത്രയും വലിയ എക്സ്പീരിയൻസ് അല്ല. അതായത് വലിയ വണ്ടി കിട്ടുന്നുണ്ട്, 7 സീറ്റർ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മഹീന്ദ്ര ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 18.48 lakhsൽ സ്റ്റാർട്ട് ചെയ്ത് 20.4 lakhs വരെയാണ് AX7 സീരീസ് പോകുന്നത്. അതിന് ടീം AX7L ഒക്കെ ഉണ്ട്. പിന്നെ AX7 വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും കിട്ടി തുടങ്ങുന്നത്. പണ്ട് ടോപ്പ് എൻഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 വേരിയൻസിൽ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഡീസൽ ഓട്ടോമാറ്റിക്കിൽ മാത്രമേ ഓൾ വീൽ ഡ്രൈവ് ഉള്ളൂ, വേറെ ഓപ്ഷൻസിലൊന്നും ഇല്ല. ഏതായാലും ഇതാണ് ഈ വണ്ടിയെ പറ്റിയുള്ള എൻ്റെ ഒരു പെട്ടെന്നുള്ള ഓവർവ്യൂ. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് എന്ന് തീർച്ചയായും കമൻസിൽ പറയാം. എനിക്ക് ഓവറോൾ നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നോർമലി ഒരു പുതിയ വണ്ടി വരുമ്പോൾ ഇപ്പോൾ എല്ലാം നമ്മളെല്ലാവരും പറയും ഇത് കൊള്ളില്ല, പഴയതായിരുന്നു നല്ലതെന്നുള്ളത്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഏതൊരു രീതിയിൽ നോക്കിയാലും പ്രൈസും അവർ ഒരുപാട് ഓവറാക്കിയൊന്നും വെച്ചിട്ടില്ല. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.